എന്തിനാണ് ഇവരുടെ ഈ വയറും ഇവരുടെ പ്രത്യേകപരമായിട്ടുള്ള ബാക്കും ഫ്രണ്ടും ഒക്കെ സൂം ചെയ്യാൻ പോകുന്നത്? പൊങ്കാല കലങ്ങൾ ഈ പറയുന്ന കുയിൽ മീഡിയകൾ കാണാത്തത് എന്തുകൊണ്ടാണ്? ഒന്ന് കുനിഞ്ഞു കഴിഞ്ഞാൽ അപ്പ ക്യാമറ വരും. അത് അവർക്ക് അറിയാഞ്ഞിട്ടാണോ? ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ മുലയും വയറും കുണ്ടിയും എടുത്തു വെച്ചുകൊണ്ട് വരികയാണ് നീലക്കുയിൽ ചെയ്തിട്ടുള്ളത്. ഉദ്ഘാടനങ്ങളിലും പബ്ബുകളിലും ഒക്കെ ഇത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. കാരണം ഇത് അങ്ങനെയാണ്, നിങ്ങൾ അത് കണ്ട് ആസ്വദിക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ പൊങ്കാലയിൽ പോയി നിങ്ങൾ അത് എടുത്തത് വളരെ മോശമായി പോയി. ഏത് സോഷ്യൽ മീഡിയ എടുത്തിട്ടുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ സ്റ്റാർ ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, ഞാൻ കണ്ടു. തോർത്ത് ലാസ്റ്റ് പാത്രം അതിന് കുനിയാൻ പേടി. വണ്ടിക്കകത്ത് ഇരിക്കാൻ കസേര വേണം. നമ്മളിങ്ങനെ പിടിക്കും. ആ കുട്ടി പിടിച്ചു. എനിക്കത് ഭയങ്കര ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. ആൾക്കാരെ കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ അന്നാരാജൻ അങ്ങനെ ചെയ്തിട്ടില്ല. ചിത്രേ, കഴിഞ്ഞ ദിവസമായിരുന്നു ആറ്റുകാൽ പൊങ്കാല നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സെലിബ്രിറ്റീസ് പൊങ്കാല ഇടാൻ വരുന്ന ഒരു സ്ഥിരം കാഴ്ച തന്നെയാണ്. ഇപ്പോൾ സൈബർ ഇടങ്ങളിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ എന്ന് പറയുന്നത് അന്നാരാജന്റെ ഫോട്ടോയാണ്, നടി അന്നാരാജന്റെ ഫോട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തിൽ കുറേ അധികം എക്സ്പോസ് ചെയ്ത രീതിയിൽ സൂം ഒക്കെ ചെയ്തിട്ട് പല ഇടങ്ങളിൽ ഞാൻ തമ്പ് കണ്ടു അന്നാരാജന്റെ. എന്താണ് ശരിക്കും ആ ഒരു വിഷയം? അന്നാരാജൻ അങ്ങനെ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല ഒരു നഗ്നത പ്രദർശനമായി മാറ്റി ഈ രീതിയിലാണ് ഇപ്പോൾ പലയിടങ്ങളിലും, അല്ലെങ്കിൽ അവരൊരു മാപ്പ് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ വന്നെത്തിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്നാരാജൻ ഒരു കൊച്ചുകുട്ടിയൊന്നുമല്ല. അവർക്ക് എങ്ങനെയൊക്കെ ഏത് രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ആ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ പ്രചരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സ്ത്രീയാണ്. ഇപ്പം നമ്മൾ കാണാറുണ്ട്, ഇനോഗ്രേഷൻസിനൊക്കെ അവർ ഡ്രസ്സ് ചെയ്യുന്ന ആ ഒരു രീതിയൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതുപോലെയല്ല ആറ്റുകാൽ പൊങ്കാലയിൽ വരുമ്പോൾ കുറച്ച് ആ ഒരു രീതിയിലേക്ക് നമ്മളൊരു വഴിപാട് കഴിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോഴേക്കും കുറച്ച് ഒന്ന് ഒതുങ്ങാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ എന്താ പറയാ, ആളുകൾ ഇപ്പൊ നീലക്കുയിൽ പോലുള്ള ഒരുപാട് ചാനൽസ് ഒക്കെ ഈ ഒരു രീതിയിലാണ് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ഇവര് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ കുറച്ചൊന്ന് ഒതുക്കിയൊക്കെ നിൽക്കാം എന്നുള്ളത് നമ്മൾ ആലോചിക്കുമല്ലോ എന്തായാലും. അതിനുശേഷം വന്ന് പിന്നെ മാപ്പിറക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഈ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഭക്തജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് പ്രായമായ അമ്മമാരുണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യം വണ്ണമുള്ള സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് പലരുടെയും വയറ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ആ സ്ത്രീകളൊന്നും സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയകൾ അല്ലെങ്കിൽ ഈ ആൾക്കാരൊന്നും സൂം ചെയ്യാൻ അവിടെ പോയിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകത. കാരണം സാധാ ജനങ്ങളുടെ പോയി സൂം ചെയ്ത് കഴിഞ്ഞാൽ അടി കിട്ടും എന്നുള്ളത് കൊണ്ടായിരിക്കാം അവിടെയൊന്നും സൂമിങ് നടന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയധികം വെയിലത്ത് നിൽക്കുന്ന ആൾക്കാരാണ് കിടന്ന് ഉറങ്ങുന്ന, നമ്മൾ വഴിയരികിൽ അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ സെലിബ്രിറ്റി ആയിട്ടുള്ള ചിലരുടെ അടുത്തേക്ക് പ്രത്യേക സൂമിങ്ങുമായിട്ട് വരുന്ന കണ്ടപ്പോൾ അവർ തോർത്ത് വെച്ച് മറയ്ക്കുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അന്നരാജന്റെ കേസ് ആണെങ്കിൽ ഉദ്ഘാടനങ്ങളിൽ ഇത് സൂം ചെയ്യുന്ന സമയത്ത് ഇവരിങ്ങനെ തന്നെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ഇൻസെക്യൂരിറ്റി തോന്നാത്തത്തോളം നമുക്കത് ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് പറയേണ്ട ആവശ്യമില്ല. അന്നരാജനെ സംബന്ധിച്ചാണെങ്കിൽ ഇങ്ങനെ പറയുന്നതിനോട് വലിയ രീതിയിൽ അങ്ങനെ പ്രതികരിച്ചിട്ടുള്ള ഒരാൾ കൂടിയല്ല അന്നരാജൻ എന്ന് പറയുന്നത്. പക്ഷെ ആറ്റുകാൽ പൊങ്കാല സമയത്ത് ഇവർ പൊങ്കാല ഇടുന്നത് എന്തായാലും വഴിപാട് അർപ്പിച്ചിട്ട് തന്നെയാണ്. ആ ഒരു സമയത്ത് ഇത് ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് പറയുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് മാനസിക വിഷമം ഉണ്ടാവുമായിരിക്കാം, ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കില്ല. ആറ്റുകാൽ പൊങ്കാല കാണാൻ വരുന്ന സോഷ്യൽ മീഡിയ ഇടങ്ങൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണേണ്ടത് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഭക്തി നിർഭരമായിട്ടുള്ള ഒരു നിമിഷമാണ്. അതിൽ ഒരുപാട് അമ്മമാർക്ക് അറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പൊങ്കാലയൊക്കെ ഇങ്ങനെ തൂകി വരുന്നയൊക്കെ സമയത്ത് ഇവരെന്തിനാണ് ഇവരുടെ ഈ വയറും ഇവരുടെ പ്രത്യേകപരമായിട്ടുള്ള ബാക്കും ഫ്രണ്ടും ഒക്കെ സൂം ചെയ്യാൻ പോകുന്നത്? പൊങ്കാല കലങ്ങൾ ഈ പറയുന്ന കുയിൽ മീഡിയകൾ കാണാത്തത് എന്തുകൊണ്ടാണ്? ഇത് പൊങ്കാല കലങ്ങൾ കാണുന്നതുകൊണ്ടല്ല. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ വെച്ച് ഞാൻ ചോദിക്കാം. ആതിര നോർമലി ഒരു പാർട്ടി സമയത്ത് ഡ്രസ്സ് ചെയ്ത് പോകുന്നത് ചിലപ്പോൾ ഒരു ബോഡിക്കോൺ ഡ്രസ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു ഡ്രസ്സായിരിക്കും. പബ്ബിലൊക്കെ പോകുമ്പോഴേക്കും അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒരു വഴിപാട് കഴിക്കാനായിട്ട് പോകുമ്പോൾ, ഒരു അമ്പലം പരിപാടികളിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒതുങ്ങിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളാണ് യൂസ് ചെയ്യുന്നത്. അന്നാരാജനും അങ്ങനെ തന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ. അവർ ഇനോഗ്രേഷൻസിനും സാരി എടുത്തിട്ടുള്ള ഇതുണ്ട്. അവർ ആറ്റുകാൽ പൊങ്കാലയ്ക്കും
സാരി എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ആളുകളെ ഒന്നും നമുക്ക് നന്നാക്കാൻ പറ്റില്ല. അവരേത് രീതിയിൽ എടുക്കും എന്നുള്ളത് വളരെ വളരെ വ്യക്തമായിട്ട് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയണം. അവർക്ക് അറിയാം ഏത് രീതിയിൽ ഈ സാധനം പോകുന്നുള്ളത്. ഒന്ന് കുനിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ക്യാമറ വരും. അത് അവർക്ക് അറിയാഞ്ഞിട്ടാണോ? ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇടകാലഘട്ടത്തിൽ ഇതിന്റെ ഒരു പ്രധാന വിഷയം എസ്റ്ററിന്റെ ബന്ധവുമായി അല്ലെങ്കിൽ എസ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സാനിയുമായി ബന്ധപ്പെട്ട്. അതിനുശേഷം ഈ പറയുന്ന മീഡിയകൾ ഇത് കണ്ടു കഴിഞ്ഞാലും ബ്ലർ വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കാരണം കുറച്ചൊരു ചെയ്ത് ഒരു പലരും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് എന്ത് പറ്റിയത് ആ രീതിയിൽ. അതിനുശേഷം കുറെ നാളുകൾക്ക് അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവായിരിക്കാം കൃത്യമായി പൊങ്കാലയ്ക്ക് പോയി സ്ത്രീകളുടെ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ മുലയും വയറും കുണ്ടിയും എടുത്തു വെച്ചുകൊണ്ട് വരികയാണ് നീലക്കുയിൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നുള്ള എന്ത് ഈ വിനോദാഭാസമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും ഇതിനകത്ത് അന്നരാജനെ മാത്രം നമുക്ക് പറഞ്ഞാൽ പോരാ, ഇവരെ കൂടെ നമുക്ക് പറയണം. പക്ഷെ അവരെ എവിടെ പോയി നിങ്ങൾ അത് എടുത്താലും നമുക്ക് വിഷയമില്ല. കാരണം ചിത്ര പറഞ്ഞ പോലെ ഉദ്ഘാടനങ്ങളിലും പബ്ബുകളിലും ഒക്കെ ഇത് നിങ്ങൾ ഇത് എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. കാരണം ഇത് അങ്ങനെയാണ്, നിങ്ങൾ അത് കണ്ട് ആസ്വദിക്കാൻ ആൾക്കാരുണ്ടാവും. പക്ഷെ പൊങ്കാലയിൽ പോയി നിങ്ങൾ അത് എടുത്തത് വളരെ മോശമായി പോയി. ഏത് സോഷ്യൽ മീഡിയ എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ ആ പൊങ്കാലയെ മാറ്റിക്കൊണ്ടുപോയത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക് ചിത്രേ, അന്നരാജന്റെ സ്വാഭാവികമായിട്ടുള്ള പിക്ചേഴ്സ് ഇവർ ബാക്കി മീഡിയസിലൊക്കെ ചില മീഡിയസിലൊക്കെ ഇവർ നിന്ന് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കൃത്യമായി സാരി പിടിച്ച് ഇങ്ങനെ ഒതുക്കി വെച്ച് ഒരു പൊങ്കാലയെ പറ്റി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ചിലയിടങ്ങളിൽ മാത്രം ഇവരുടെ ഇത് പോയത് മാത്രം കട്ട് ചെയ്തിട്ടിരിക്കുന്നു. പൊങ്കാലയിൽ അന്നരാജന്റെ വ്യത്യസ്തപരമായ ദൃശ്യങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശരിക്കും പൊങ്കാലയുടെ ആ ഒരു പ്രാധാന്യം ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ ഒരു ഫാഷൻ ഷോ നടന്ന പോലെ ഒരു മറ്റെന്തോ ഒരു ഈ ചിത്രങ്ങളുടെ ഒക്കെ ഫോട്ടോ ഒക്കെ കാണത്തില്ല, അതേമാതിരിയൊക്കെ ചിലടത്ത് AI ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് എന്ന് വെച്ചാൽ അന്നരാജന ആയതുകൊണ്ടും കൂടിയാണ് ഈ പ്രശ്നം വരുന്നത്. ഇതേ സമയം നമ്മൾ ചിപ്പീനെ സങ്കല്പിച്ചു നോക്കൂ, നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നീലക്കുയിലിന്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും വിളിക്കും. അതായത് അന്നാരാജനായതുകൊണ്ട് അവര് നേരത്തെ അങ്ങനെ കാണിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ പിന്നെ നമുക്ക് വേറെ കൂടുതലൊന്നും അതിനകത്ത് പറയാനില്ല. സോഷ്യൽ മീഡിയ സ്റ്റാർ ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, ഞാൻ കണ്ടു തോർത്ത് ലാസ്റ്റ് പാത്രം ഉണ്ടാക്കി. എന്തൊരു അവസ്ഥയാണ് അതിന് കുനിയാൻ പേടി. കാരണം അത് ഒത്തിരി അങ്ങ് താഴ്ത്തിയുള്ള ഡ്രസ്സൊന്നും അല്ല ഇട്ടിരിക്കുന്നത്. എന്നാലും നമുക്കറിയാം, നമ്മൾ ഇപ്പൊ ഇത്രയുള്ള ഒരു നെക്കുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് കുനിയുമ്പോൾ ഒരു ഇൻസെക്യൂർ ആണ്. നമ്മുടെ ഫ്രണ്ടിൽ ഒരാൾ വന്ന് നിന്നിട്ടില്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, നമ്മൾ ഈസി ആയിട്ട് എന്തെങ്കിലും ഒരു വസ്തു താഴെ വീണ് കുനിഞ്ഞു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. പക്ഷെ ഇവരെ സംബന്ധിച്ച് നോക്ക്, ചിത്രയുടെ മുമ്പിൽ ഒരാൾ ഇങ്ങനെ ക്യാമറ കൊണ്ട് നിൽക്കുക, ഇപ്പൊ കുനിയുന്ന സമയത്ത് ഞാനിത് എടുക്കും. ആദ്യം ഒരു സമയത്ത് ഇളക്കുന്ന സമയത്ത് ഞാൻ പറയട്ടെ, ഇപ്പൊ കുനിയുന്ന സമയത്ത് നമ്മൾ ഓഫ് കോഴ്സ് നമ്മളൊന്ന് താഴേക്ക് എന്തെങ്കിലും വീണിട്ട് നമ്മൾ കുനിയുമ്പോൾ നമുക്ക് ഇത്തിരി നെക്ക് ഇറങ്ങിയിട്ടുള്ള ഡ്രസ്സ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിക്കും. ആ കുട്ടി പിടിച്ചു. എനിക്കത് ഭയങ്കര ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. ആൾക്കാരെ കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ അന്നാരാജൻ അങ്ങനെ ചെയ്തിട്ടില്ല, മനസ്സിലായോ? ഇപ്പൊ ഇപ്പൊ ആ കുട്ടി ഇങ്ങനെ പിടിച്ച പോലെ അന്നാരാജൻ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ആ വഴിപാടിൽ മുഴുകിപ്പോയതായിരിക്കാം, മേ ബി, പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴും അങ്ങനെ ഒന്നും മറക്കണം എന്നോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ സാരി വളരെ ഭംഗിയായിട്ട് കൊടുക്കാം, അല്ലെ? നമുക്ക് അത്രയൊന്നും ഇറക്കം കാണിക്കാതെ നമുക്ക് കുറച്ചൊന്ന് ഇങ്ങോട്ട് നീക്കി വെച്ചാൽ ഈ പറഞ്ഞ പൊങ്കാല വളരെ ഭംഗിയായിട്ട് ഇതാക്കാം. അപ്പൊ അവർക്കും ഒരു പേരാ. ഓക്കെ, അവര് അങ്ങനെ അവിടെ കാണിച്ചാലും പൊങ്കാലയ്ക്ക് വരുമ്പോ അവര് ദേവി എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്നുണ്ട് എന്നൊക്കെ കാണിക്കുക. ഇത് അവിടെ ഇവിടെ ഒരേപോലെ തന്നെ. പിന്നെ പൊങ്കാല അടുപ്പിന് മാത്രമേ മാറ്റില്ലാതെ ഉള്ളൂ. അവിടെ ഇനോഗ്രേഷൻ ആണ് നടക്കണമെങ്കിൽ ഇവിടെ പൊങ്കാല, അത്രേ ഉള്ളൂ. എനിക്ക് അത്രേ തോന്നിയുള്ളൂ വ്യത്യാസം. പക്ഷെ സാധാരണ ഈ വിയർ ചെയ്യുന്ന വസ്ത്രങ്ങളെക്കാട്ടിലും അത്യാവശ്യം നല്ല രീതിയിൽ അല്ലെങ്കിൽ ഈ ഭക്തി നിർഭരമായിട്ടുള്ള ബാക്കി എല്ലാവരും ഉടുത്തിരിക്കുന്ന പോലെ ഞാൻ പറഞ്ഞു സാരി പല രീതിയിൽ ഉടുക്കാം. സാരി നമുക്ക് ഇച്ചിരി വൾഗറാക്കി ഉടുക്കാം. നമുക്ക് കുറച്ചൊരു ഒതുക്കത്തോടുകൂടിയും സാരി ഉടുക്കാവുന്നതാ. പക്ഷെ ഇത് ഞാൻ കണ്ടെടുത്തോളം എനിക്ക് അത്ര ഭയങ്കരമായിട്ടുള്ളൊരു ഇതുപോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. അവിടെ ഒരു സ്ത്രീയുടെ വയറ് കണ്ടിട്ടും പലരുടെയും ഞാൻ പറഞ്ഞു ബാക്കിയുള്ള സ്ത്രീകൾക്കല്ല പ്രശ്നം. അന്നരാജന നമുക്ക് തോന്നാത്തത് നമ്മൾ ആ കണ്ണിലൂടെ നോക്കുന്നില്ല. ഇത് നോക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് നോക്കണ്ടെന്ന് പറയാനും പറ്റില്ല. കാരണം നമുക്ക് എല്ലാവരെയും പോയി നന്നാക്കാൻ പറ്റുമോ? ഇപ്പൊ ഞാനും ആതിര ഇവിടെ ഇരിക്കുന്നു, പക്ഷെ വേറൊരാൾ ആ കൂടെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ വേറെ രീതിയിലായിരിക്കും നമ്മളെ കാണുന്നത്. പറയാൻ പറ്റില്ല. നമുക്ക് അവരെ പോയി നന്നാക്കാൻ പറ്റുമോ? നമുക്ക് അവരുടെ വീട്ടിൽ പോയി ചീത്ത വിളിക്കാൻ പറ്റുമോ? ഇല്ല. പലരും പല കണ്ണിലൂടെ കാണുന്നത്. അപ്പൊ നമുക്ക് നമ്മളുടെ ഭാഗം പെർഫെക്റ്റ് ആയിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവരങ്ങനെ ചെയ്തിട്ടാണ് എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ഭാഗത്തും അതിനകത്തൊരു തെറ്റുണ്ട്.
നമ്മുടെ ഭാഗം എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരുന്നാൽ നമുക്ക് നാളെ വാദിക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഇത് നമ്മുടെ ഭാഗം പെർഫെക്റ്റ് അല്ല, അവരുടെ ഭാഗം പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കിടന്ന് മെഴുകാനേ പറ്റുള്ളൂ. പിന്നെ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും പൊങ്കാലയായിട്ട് ആദ്യമായിട്ടായിരിക്കും ഇത് പൊങ്കാല കിട്ടിയത് ഇപ്പൊ ലിച്ചിക്കാണ്. അന്നാരാജനാണ് ഇപ്പൊ പൊങ്കാല മൊത്തം കിട്ടിയിരിക്കുന്നത്. എന്തായാലും അല്ല, ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് സ്ഥിരം ഉണ്ടായിരുന്ന സ്റ്റാർ ആവുന്നത് ചിപ്പിയായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് പിന്തള്ളിക്കൊണ്ട് പിന്തള്ളിക്കൊണ്ട് അന്നാരാജൻ ട്രെൻഡിങ് ആവുന്നത് നെഗറ്റീവ് ട്രെൻഡിങ് ആണ്. എനിക്ക് തോന്നുന്നു ആരോടും ഈ വീട്ടമ്മ പറയുന്ന അഭിപ്രായങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ചിലപ്പോ ഈ വികാര നിർഭരമായിട്ടൊക്കെ ആൾക്കാർ അഭിപ്രായം പറയുന്നത്. പക്ഷെ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. കാരണം ലിച്ചി കുനിയുമ്പോ ചെല്ലണമല്ലോ, അന്നാരാജൻ കുനിയുമ്പോൾ കാണണമല്ലോ. എന്തായാലും കാണേണ്ടതൊക്കെ എല്ലാവരെയും കൃത്യമായി ആ മാധ്യമങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് വ്യത്യസ്തപരമായ പോസിൽ. ചിത്ര പറഞ്ഞ പോലെ കുനിയുമ്പോൾ ഉള്ളത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്നരാജൻ നിൽക്കുമ്പോൾ ഉള്ളതും തിരിയുമ്പോൾ ഉള്ളതും ഇത്രയധികം സമയം വേറെ ഒരു സ്റ്റാറിന്റെ അടുത്ത് അവർ ചിലവഴിച്ചിട്ടുണ്ടാവില്ല. ഒരുപാട് വിഷ്വൽ ഈ പറഞ്ഞ പേജിൽ തന്നെ, ഞാൻ ഈ വീഡിയോ ട്രെൻഡിങ് ആവുന്ന സമയത്ത് ഞാൻ ഇവരുടെ പേജിൽ കയറി നോക്കി, ഒരു 6-7 വീഡിയോ ഉണ്ട് അന്നാരാജന്റെ മാത്രം. ബാക്കി എല്ലാവരുടെയും ചിപ്പിയുടെ ഒക്കെ ഒന്നോ രണ്ടോ കിടപ്പുള്ളൂ. ബാക്കി അന്നരാജന്റെ 6-7 എപ്പിസോഡുകൾ എന്നൊക്കെ രീതിയിലൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അതിനകത്തിൽ 1-2 ഇടത്ത് മാത്രമേ ഇവർ സംസാരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും ഇതേ വിഷ്വൽസ് ആണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്തിൽ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ ഇടങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ ഈ ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പോലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അവർ ആറ്റുകാൽ പൊങ്കാല ട്രെൻഡിങ് എന്നൊക്കെ അടിച്ചു നോക്കുന്ന സമയത്ത് നമ്മള് സാധാരണ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ട്രെൻഡിങ് എന്ന് പറയുമ്പോൾ ചിപ്പിയുടെ വരുമായിരിക്കും, പിന്നെ കുറെ അമ്മമാരുടെ വരും, പൊങ്കാലയെ പറ്റി വരും. ഇപ്രാവശ്യം അങ്ങനെ നമ്മളൊരു ഹാഷ്ടാഗിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ വരുന്നത് ഈ വിഷ്വൽസ് ആണ്. ആറ്റുകാൽ പൊങ്കാലയിൽ ഈ അന്നരാജന്റെ പ്രത്യേകതരം ദൃശ്യങ്ങൾ, അതാണ് ഈ ട്രെൻഡിങ്ങിനായി വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് കൃത്യമായി ഈ മീഡിയകൾക്കെതിരെ ഈ നടപടികൾ എടുക്കണമെന്നുള്ളതാണ്. കാരണം ഇനി നിങ്ങൾ ഇത്തരം അല്ലെങ്കിൽ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് അതിനെ ഇങ്ങനെ മാറ്റാതിരിക്കുക, കവർ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല. അവര് വഴിപാട് കഴിച്ചു പോട്ടെ, എന്തിനും ഈ ബാക്കിയുള്ളവരെ അറിയിക്കണം. ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് ലോകത്ത് എല്ലാവർക്കും അറിയാം. പൊങ്കാല നടക്കുന്നുണ്ട്, അത് ഇന്ന ദിവസമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിങ്ങനെ സെലിബ്രിറ്റീസിന്റെ മാത്രം പുറകെ നടന്ന് അതിന്റെ ആ ഒരു വിശ്വാസത്തിന്റെ പോലും ഒരു തരംതാണ രീതിയിലേക്ക് ആ സാധനം കൊണ്ടുപോകരുത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് പൊങ്കാല ഇടുക എന്നുണ്ടെങ്കിൽ അവർ പൊങ്കാല ഇട്ടിട്ട് തിരിച്ചു വരട്ടെ. ഈ നീലക്കുയിലും പച്ചക്കുയിലും കറുത്തക്കുയിലും ഒന്നും അവിടെ പോകേണ്ട ആവശ്യമേ ഇല്ല. അവർ ആ പൊങ്കാല ഇട്ടിട്ട് സമാധാനമായിട്ട് പ്രത്യേകപരമായിട്ടുള്ള പ്രൈവറ്റ് ആയിട്ട് ഇവർ പോകുന്ന സമയത്ത് നടക്കുന്ന സമയത്തൊക്കെ എടുത്തോ കുഴപ്പമില്ല. പക്ഷെ വിശ്വാസങ്ങളെ എടുത്ത് ഇങ്ങനെ ഇത്തരത്തിൽ മുതലെടുക്കാതിരിക്കുക. അത് ഇത്തരം മീഡിയാസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ അന്നരാജൻ അങ്ങനെ വന്നു, അന്നരാജൻ ചെയ്തിട്ടുള്ള എന്ത് തെറ്റാണെങ്കിലും അതിന്റെ ഏറ്റവും കൂടുതൽ 90% ഈ മീഡിയാസ് ആണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളാണ് ആറ്റുകാൽ പൊങ്കാലയെ അങ്ങനെ എനിക്ക് 90% അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, എന്താണെന്നറിയില്ല. അത് ഒരു 50-50 ആണെങ്കിൽ ഓക്കെ. 90% മീഡിയാസിന് കൊടുത്തിട്ട് അന്നാരാജന് 10% കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കൊടുക്കുകയാണെങ്കിൽ 50-50 ആയിട്ട് കൊടുക്കണം.